ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല സുഖം തന്നെയല്ലേ? നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ തന്നെ, നല്ല മഴ പെയ്തു. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. നല്ല ശക്തിയായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മഴ പെയ്ത് നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് തന്നെയാണ് നല്ലൊരു ഹെൽത്തി സ്നാക്സാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കോഴിമുട്ട പുഴുങ്ങി അത് ചൂടാറിയപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഞാൻ ആ മഞ്ഞക്കുരു മാറ്റി കൊടുക്കണം കേട്ടോ. അത് മഞ്ഞയും വെള്ളയും തനിയാക്കി കേട്ടോ. ഇതാ നല്ലൊരു ടേസ്റ്റി, നല്ലൊരു ഹെൽത്തി സ്നാക്സ് തന്നെയാണ് കേട്ടോ. ഈ മഴയത്ത് കഴിക്കാൻ നല്ലൊരു അടിപൊളി സ്നാക്സ് തന്നെയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞത്, അതെല്ലാം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് അങ്ങനെയായിട്ട് മൂപ്പിക്കണില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കണുള്ളൂ. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് അതും ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. സവോളയും പച്ചമുളകും ഇഞ്ചിയും ക്യാരറ്റും ബീട്രൂട്ടും നൈസായിട്ടാണ് കേട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്തത്. എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ ഒരു ചെറിയ തക്കാളിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പുളിപ്പും കിട്ടും. ഒന്ന് കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു കേട്ടോ. നല്ലപോലെ ഇളക്കി നല്ലപോലെ വേവിച്ച് ഉടച്ച് നല്ലൊരു പേസ്റ്റ് മാതിരിയാക്കി. തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടണം. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ആ മഞ്ഞക്കരും കൂടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ആ മഞ്ഞക്കരു നല്ലപോലെ ഒന്ന് ഉടച്ച് കിടക്കണം കേട്ടോ. ഒന്ന് നല്ലപോലെ ഉടച്ച് എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചക്കറികളും ഈ മുട്ടയുടെ മഞ്ഞക്കരും മസാലയും എല്ലാം നല്ലപോലെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. എല്ലാം നല്ല ഹെൽത്തിയുള്ള സാധനങ്ങളാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടികളൊക്കെ ചെയ്യാം. ചൂടാറാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചു. അതിനുശേഷം നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം കേട്ടോ. ഒരു ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം ഞാൻ എടുത്തു. ഒരു ചെറിയൊരു പാത്രം എടുത്തു. അതിലേക്ക് 1 കപ്പ് കടലമാവ്, സാധാരണ പക്കോട ഉണ്ടാക്കുന്ന കടലമാവ് ഉണ്ടല്ലോ, 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തു. അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് കായത്തിൻ്റെ പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് നല്ല പോലെ ഒന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടലമാവും നമ്മൾ ചേർത്ത മസാലപ്പൊടികളും എല്ലാം ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കട്ടയില്ലാണ്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് നല്ലൊരു ബാറ്റർ തയ്യാറാക്കണം കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ആ കട്ടയൊക്കെ ഉടച്ച് ഒരു ബാറ്റർ തയ്യാറാക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം തയ്യാറാക്കാൻ. ഇങ്ങനെ ഞാൻ അതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കി കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ഒരു 1.5 സ്പൂണ് പത്തിരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനും കൂടിയിട്ടാണ് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു കേട്ടോ. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലൊരു ബാറ്റർ തയ്യാറാക്കി കേട്ടോ. അതിൽ നമുക്ക് മുക്കി പൊരിക്കാനുള്ളതാണ്. നല്ലൊരു ബാറ്റർ ഇതുപോലെ തയ്യാറാക്കി കേട്ടോ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മസാല, ബീറ്റ്റൂട്ടും ക്യാരറ്റും സവോള എല്ലാം നമ്മൾ മസാലയൊക്കെ ഇട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ചൂടാറി കേട്ടോ. നല്ലപോലെ ചൂടാറി ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് പകർത്തി. നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കി കേട്ടോ. അതിനുശേഷം നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിരുന്നതിൻ്റെ പകുതി ഉണ്ടല്ലോ, പകുതി ഭാഗം അതിൻ്റെ മഞ്ഞക്കരു മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, ആ വെള്ള ഭാഗത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ മസാല നല്ല പോലെ ഒന്ന് ഫില്ല് ചെയ്തു കേട്ടോ. ആ മുട്ടയുടെ ഷേപ്പിൽ തന്നെ ആ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു. ടൈറ്റായിട്ട് നല്ല പോലെ ഒന്ന് ഫില്ല് ചെയ്തു. ആ മുട്ടയുടെ രൂപത്തിൽ തന്നെ ഫില്ല് ചെയ്തു കേട്ടോ. ഒരെണ്ണം ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചു. അതെല്ലാം ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചു കേട്ടോ. എല്ലാം ഇതേ ഷേപ്പിൽ ഫില്ല് ചെയ്ത് വെച്ചു. അതിനുശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയുണ്ടല്ലോ, അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററിൽ മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത്. കണ്ടോ, ഒരു പീസ് എടുത്ത് ആ ബാറ്ററിലേക്ക് വെച്ചു. എന്നിട്ട് ആ ബാറ്ററി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു പ്രാവശ്യം 4 എണ്ണമാണ് കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. 4 എണ്ണം ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ബാറ്ററും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അടിഭാഗം നല്ലപോലെ ഇങ്ങനെ വെന്ത് വന്നപ്പോൾ നമുക്ക് അത് മറിച്ചിടാം കേട്ടോ. മറിച്ചിട്ട് വീണ്ടും മറ്റേ ഭാഗം നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം. നല്ലൊരു ടേസ്റ്റി സ്നാക്സ് തന്നെയാണ് കേട്ടോ, നല്ലൊരു ഹെൽത്തിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ, അതിലേക്ക് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം, മുരിങ്ങയില ചേർക്കാം കേട്ടോ. മല്ലിയില എനിക്ക് കിട്ടിയില്ല, പിന്നെ മുരിങ്ങയില മഴയായ കാരണം പോയി പൊട്ടിക്കാനും പറ്റിയില്ല. അതുകൊണ്ടാണ് മല്ലിയിലയും മുരിങ്ങയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയാനായിരുന്നു. അപ്പോൾ 2 പുറം ഇങ്ങനെ വെന്ത് വന്നപ്പോൾ ഞാനത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും തന്നെ കാണാം. Thank you for watching.